വെൽക്കം ടു ദ ഫിലിം ഫെസ്റ്റ് എഡിഷൻ. ഇനിയുള്ള 5 ദിവസം IFFK എന്ന് ഞാൻ കാണുന്ന മൂവീസ് എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ഞാൻ സജസ്റ്റ് ചെയ്യും. ഫിലിം ഫെസ്റ്റിവലിലെ ഫസ്റ്റ് ഡേ ഒന്നും എനിക്ക് മൂവീസ് കാണാൻ പറ്റിയില്ല. ഞാൻ സെക്കൻഡ് ഡേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞാനൊരു 3 മൂവീസ് കണ്ടായിരുന്നു. നീ ക്യാപ്, ദ ഗേൾ വിത്ത് ദ നീഡിൽ ആൻഡ് ലാഡ്സ്. ഈ ഒരു 3 മൂവീസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് നീ ക്യാപ്. ഒരു ഫിലിം ഫെസ്റ്റിവൽ മെറ്റീരിയൽ അല്ല, ഒരു പക്ക കൊമേഴ്ഷ്യൽ ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു മൂവി അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇതിന്റെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് എവിടെയെങ്കിലും പറഞ്ഞ ആ ഒരു എൻ്റെ മൂവിയുടെ ആ ഒരു ഫീൽ തന്നെ ഇല്ലാതാവും. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നീ ക്യാപ് എന്ന് പറയുന്ന ഒരു ഐറിഷ് ഹിപ്പ് ഹോപ്പ് ബാൻഡ് ആണ് ഫ്രം നോർത്തേൺ അയർലൻഡ്. ഈ ഒരു ബാൻഡിന്റെ ഒറിജിനും അതിന്റെ മെയിൻ റീസൺസും അവിടുത്തെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും അവിടുത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവി സംസാരിക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. അത് ഈ ഒരു കൺട്രി മാത്രമല്ല, പല കൺട്രീസ് പല ഫോമിലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. കാണുന്ന ഓരോ ഓഡിയൻസിനും അത് ക്ലിയർ ആയിട്ട് എന്താണ് ഇതിന്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ഇത് മെയിൻ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇഷ്യൂ ഉണ്ടാവേണ്ട മെയിൻ റീസൺ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ നമ്മൾ വിചാരിക്കും ഒക്കെ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന മൂവിയാണ്, സോ ഒരുപാട് ലാഗ് കാണും, വലിച്ച് നീട്ടിക്കൊണ്ടൊക്കെ പോകും. പക്ഷെ ഒരു പ്ലേസിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഫീലും വന്നില്ല. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ കൊണ്ടുവരിക്കുന്ന. ആൻഡ് ഈ ഒരു മൂവിയിൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റേഷൻ തന്നെയാണ്. കാരണം മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പോകുന്ന ഓരോ സീക്വൻസിലും ആ ഒരു മൂവിയുടെ കോണ്ടന്റ് ഭയങ്കര ഡെപ്ത് ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ പില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു 3 ലീഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ്. അവരാണ് ഈ ഒരു മൂവിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ്. ഈ സിനിമയിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഒരു ക്യാരക്ടർ പോലും നമുക്ക് വേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ സീനിൽ വന്നു പോയെന്ന് പോലെ തോന്നത്തില്ല. എല്ലാവരും ജസ്റ്റ് ഒരു ക്യാമിയോ എന്ന ക്യാരക്ടറിന് പോലും അത്ര കിടിലം ക്യാരക്ടർ പ്രസന്റേഷൻ ഉണ്ട് ഈ ഒരു മൂവിയിൽ. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡാണ്. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി മ്യൂസിക് ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നീട് ആ ഒരു മൂവിനെ അപ്ലിഫ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു മൂവി എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. ഈ ഒരു മൂവി സംസാരിക്കുന്ന ജോണറും അതുപോലെ തന്നെയാണ്. സോ ആ ഒരു കാര്യം മൈൻഡ് വെച്ച് കാണുക. ആൻഡ് ഇതൊരു അവാർഡ് മൂവിയാണ്, ഭയങ്കര സ്ലോ പീസ് ആണ്, അങ്ങനെയൊന്നുമല്ല. നല്ല ഫാസ്റ്റ് പേസ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് തന്നെ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നീ ക്യാപ് എന്ന് പറയുന്ന ബാൻഡിന്റെ റിയൽ ലൈഫ് നടന്നിട്ടുള്ള കുറച്ച് ഇവന്റ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു മൂവി അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാൽ അത് ചിലപ്പോൾ ഒരു സ്പോയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഒരു പൊളിറ്റിക്കൽ കോമഡി മിക്സ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ എന്തായാലും മൂവി ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.